അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ മോളിപ്പോ ഇക്കാര്യം ചെയ്യുന്നത്? അതിനെന്താ തെറ്റ്? പ്രതാപവർമ്മ തോൽക്കണം. എന്നാൽ ഞാൻ ജഗന്നാഥനെ നിങ്ങൾക്ക് തിരികെ തരും. ഇനി സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്ത് സാറിനകത്തേക്ക് കയറ്റാതിരിക്കണം. അതേ ഉള്ളു വഴി. രാജു വന്നേ. സാറേ, നീ എന്താ ലേറ്റ് ആയത്? അല്ല, ആകെ വീർത്തിട്ടുണ്ടല്ലോ. അത് ഈ ക്ലൈമറ്റിന്റെയാ. ഈ വീട് കൂടി കഴിഞ്ഞാൽ ഇനി അടുത്ത മണ്ടല്ലോ. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാം. ഒരുപാട് നേരത്തെ റെസ്റ്റ് ഒന്നും വേണ്ടതേ. ഒരു 10 മിനിറ്റ് തണലത്തിരുന്ന അത്ര ആശ്വാസം. അല്ല ചേട്ടാ, നിങ്ങളിത് എവിടെ നോക്കിയാ നമ്മുടെ മണ്ഡലത്തിന്റെ ലിസ്റ്റ് എടുത്തേ? അതെന്താ രാജു? ഈ വീട് നമ്മുടെ മണ്ഡലത്തിലല്ലല്ലോ. ആണോ? അല്ലെന്നേ. മുൻപ് നിങ്ങളെ കയറിയ വീടായിരുന്നു അവസാനത്തെ വീട്. ഇത് ചിറ്റാച്ചേരി മണ്ഡല. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അല്ല സാറേ, എനിക്ക് ഉറപ്പാ. എന്റെ പൊന്ന് ചേട്ടാ, നമ്മളിപ്പോ അങ്ങോട്ട് ചെന്നിരുന്നെങ്കിലേ നാണക്കേടാവില്ലായിരുന്നോ? ഏയ്, എന്ത് നാണക്കേട്? ആ മണ്ഡലത്തിൽ നിൽക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിലെന്താ ഇത്ര നാണക്കേട്? രാജു ഇത് കണ്ടോ? വീട് നമ്പർ 371/44 സുജാത എന്ന വോട്ടർ. അവർ ഈ വീട്ടിലാ താമസിക്കുന്നത്. നശിപ്പിച്ചു. വർമ്മ സാർ വാ, നമുക്കകത്തേക്ക് പോവാം. അമ്മയോ റതിയോ ഫോൺ ചെയ്യണോ? അല്ലെങ്കിൽ വേണ്ട, അതിനുള്ള സമയമായിട്ടില്ല. സാറേ, ആളില്ലാന്ന് തോന്നുന്നു. നമുക്ക് പോയാലോ? ആളുണ്ടെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യാം നമുക്ക്. നമസ്കാരം. സുജാത അല്ലേ? അതെ. ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി വർമ്മ സാറ്. പിന്നെ അറിയാം. അറിയാലോ, ഈ ഇലക്ഷൻ ഒരുപാട് വെല്ലുവിളികൾക്കെതിരെ നടക്കുന്ന ഒരു പോരാട്ടം കൂടിയാണ്. ഈ നിയോജക മണ്ഡലത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടാക്കി നിങ്ങളുടെ വിലയേറിയ വോട്ട് എനിക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായും സാർ. സാർ ധൈര്യമായിട്ടിരിക്കണം. ഈ നാട്ടിലെ ഭൂരിഭാഗം വോട്ടുകളും സാറിന് തന്നെ ആയിരിക്കും, ഉറപ്പാ. സാറ് ഞങ്ങളുടെ MLA ആയതിനു ശേഷമാ ഈ നാട് ശരിക്കും വികസിച്ചത്. ഈ ഇലക്ഷനിലും സാറ് തന്നെ വിജയിക്കും, മന്ത്രിയാകും. സന്തോഷം. രാജു, നമുക്കറിയാലോ. ഇറങ്ങ സാർ. അല്ല സാർ, നമുക്കെന്തെങ്കിലും കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളം എടുക്കാവോ? ഏയ്, അല്ല, നിങ്ങൾ നിൽക്ക്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വർമ്മ സാറിനെ കണ്ടപ്പോ എന്റെ നെഞ്ച നാളി. പിന്നെ ധൈര്യം വീണ്ടെടുത്ത് അങ്ങ് പിടിച്ചു നിന്നു. അദ്ദേഹം പ്രചരണത്തിന് ഈ വഴി വരുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഈ സമയത്ത് പ്രതീക്ഷിച്ചില്ല. ഞാനിത് കൊടുത്തിട്ട് വരാം. സാറേ, നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയല്ലോ. എല്ലാവരും കുടിച്ചു കഴിഞ്ഞില്ലേ? ഇറങ്ങാം. താങ്ക് യു. ശരി സർ.
കുടുക്കിയത് തന്നെയാ. എതിർത്ത ജഗന്നാഥൻ അങ്കിളിനെ ഇയാൾ വിട്ടുതരില്ല. പോലീസിൽ റിപ്പോർട്ട് ചെയ്യാന്ന് വെച്ച ആനന്ദംപിള്ള ആളും രക്ഷയില്ല. അമ്മയോട് പറഞ്ഞ ഇക്കാര്യത്തിന് വേണ്ടി അച്ഛനെതിരായി നിൽക്കരുത്, അച്ഛൻ ജയിക്കട്ടെ എന്നേ പറയൂ. എന്ത് ചെയ്യും? അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ മോളിപ്പോ ഇക്കാര്യം ചെയ്യുന്നത്? അതിനെന്താ തെറ്റ്? പ്രതാപവർമ്മ തോൽക്കണം. എന്നാൽ ഞാൻ ജഗന്നാഥനെ നിങ്ങൾക്ക് തിരികെ തരും. താങ്ക് യു മോളെ, താങ്ക് യു വെരി മച്ച്. എങ്ങനെയുണ്ട് മോനെ എന്റെ ഇലക്ഷൻ ബോംബ്? ഉഗ്രൻ. ഈ വെറുതെ ഒരു ഒഴുക്കമട്ടിൽ ഉഗ്രൻ എന്ന് പറഞ്ഞാ പോരാ, ഇതാണ് സാക്ഷാൽ ബോംബ്. ഈ രാജ്യങ്ങൾ തമ്മിൽ അന്യോന്യം നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ബോംബുകളൊന്നും ബോംബുകളെ അല്ല. നിന്റെ ആ പഴയ മുറപ്പെണ്ണ് തകർന്നുപോയി അല്ലട മോനെ. അവള് വിളറി വെളുത്തു പോയില്ലേ? ആ അങ്കിളെ, ഓർക്കാപ്പുറത്ത് അവളുടെ മനസ്സിലേക്ക് വീണ് ബോംബല്ലേ ഇത്? നീ മാടപ്പള്ളിയിൽ ജയിക്കണം. അതെ, ഈ ആനന്ദംപിള്ളയുടെ ആവശ്യമാണ്. അതിന് ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ആ പിന്നെ അങ്കിളെ, ഈ ഗുഡ് ന്യൂസ് അമ്മയെ വിളിച്ച് പറയണ്ടേ? പറയണോ? ആ വേണം വേണം. അംബികാവർമ്മയും സന്തോഷിക്കട്ടെ. മോൻ വേഗം വിളിച്ചു പറയും. മോനെ ദീപകേ. അമ്മേ, ആദ്യമേ തന്നെ ഒരു സന്തോഷ വാർത്ത അങ്ങോട്ട് പറയട്ടെ. എടാ, സന്തോഷ വാർത്തയാണെങ്കി വെച്ച് താമസിപ്പിക്കാതെ വേഗം പറ. എന്നാലേ ഈ ഇലക്ഷനിൽ ഞാൻ മാടപ്പള്ളിയിൽ നിന്ന് ജയിച്ച് MLA ആയി കഴിഞ്ഞു. ഏ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ അമ്മേ, ആനന്ദംപിള്ള അങ്കിൾ എന്നെ ജയിപ്പിച്ചിരിക്കുന്നു. എടാ, എങ്ങനെയാണെന്ന് നീ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞേ. അമ്മേ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോ ആദ്യം ഒന്ന് ടെൻഷൻ ആവും. പക്ഷേ അമ്മ ടെൻഷനൊന്നും ആവണ്ട.